ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സേലത്ത് നിന്ന് നേരെ തൃശ്ശൂര് വരെയുള്ള യാത്രയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ സേലത്ത് നിന്ന് നേരെ ഉച്ചയിപ്പ ഇറങ്ങി എന്നിട്ട് അവിടുന്ന് കോയമ്പത്തൂര് വഴി തൃശ്ശൂർക്കാണ് പോകുന്നത്. അപ്പൊ റോഡ് കുറേ വ്യത്യാസം വന്നു കേട്ടോ. അവിടെ ഇവിടെ ഒക്കെ ഫ്ലൈ ഓവറുകൾ പുതിയതായിട്ട് വന്നു. പിന്നെ ഇപ്പോഴും പുതിയ ഫ്ലൈ ഓവറുകൾ കുറേ എണ്ണം ഈ പറഞ്ഞ പോലെ തന്നെ പണി നടക്കണുണ്ട്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട്. എന്നാലും നമ്മള് 90-ലൊക്കെ കണ്ടിന്യൂസ് പോരുകയാണെങ്കിൽ 6 മണിക്കൂർ മതിയാവില്ലേ? 6 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും കേട്ടോ. അത്രയ്ക്കാണ് സമയം വേണ്ടു. അതിനുള്ള ബ്ലോക്കും അതിനുള്ള കാര്യങ്ങളും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ടോള് കുറെ സ്ഥലങ്ങളിൽ പുതിയത് വന്നിട്ടില്ല, പഴയ ടോളുകൾ തന്നെ ഉള്ളൂ. പക്ഷെ പൈസകള് 10 രൂപ 20 രൂപയൊക്കെ വെച്ചിട്ട് എല്ലാ ടോളുകളിലും കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് സേലത്തുനിന്ന് വന്ന് നമ്മൾ 2 ടോള് പാസ് ചെയ്തു, 2 എണ്ണം തോന്നുന്നു, 2 എണ്ണം പാസ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഒരു ടോള് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ടോളിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് 105 ഇനി 105 ഉണ്ട് അല്ലേ? അപ്പൊ ഇനിയിപ്പോ 3 ടോള് കൂടി ഉണ്ട്. നമുക്ക് ഇതേ ടോൾ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വന്നു. അപ്പൊ ഇനിയിപ്പോ കോയമ്പത്തൂര് സ്ട്രൈറ്റ്, അതുപോലെ ടോൾ റോഡ്, ടോളും ഇതങ്ങോട്ട് കൊടുക്കുക, നേരെ വിടുക, വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ നിത കിടന്നുറങ്ങി. അപ്പോൾ മുത്തിനെ പിടിച്ച് ഫ്രണ്ട് സീറ്റിൽ അങ്ങോട്ട് ഇരുത്തി മുത്ത് ആസ്വദിക്കുകയാണ്. മുത്ത് എങ്ങനെയുണ്ട്? അപ്പനെങ്ങനെ വണ്ടി ഓടിക്കണേ? കൊഴപ്പില്ല, അത്ര അടിപൊളി പറയുന്നില്ല. അതെന്താ അതിന്റെ കാരണം? കട്ടിങ്ങും ഷേവിങ്ങും കൂടുതലാ. കട്ടിങ്ങും ഷേവിങ്ങും പാടില്ലാന്ന് അല്ലേ? ഓ, ഇതാണോ കട്ടിങ് എന്ന് ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. അപ്പൻ ഒരു വണ്ടിയില് ഗ്യാപ്പ് എന്ന് പറയണ ഭയങ്കര ചെറിയ ഉറുമ്പ് കിടക്കണ ഗ്യാപ്പിലൊക്കെയാണ് അപ്പൊ കട്ട് ചെയ്ത് പോണേ. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞേ, ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് മോശമാണ് ഇപ്പൊ. അപ്പം മിനിമം സ്പീഡിൽ മര്യാദക്ക് ക്രൂയിസ് ഇട്ടിട്ട് സാധാ പോലെയല്ലേ പോണത്. അപ്പൊ പിന്നെ അതിലെന്താ നീ ഒരു പോരായ്മ കണ്ടെത്തിയിട്ടുള്ള? ചില സമയങ്ങളില് ഇത് കണ്ട അമ്മ എഴുന്നേറ്റ് കൂടെ നിത കിടന്നുറങ്ങായിരുന്നു. അപ്പൊ നിത ഉണ്ട്. ഞങ്ങളുടെ വർത്താനം കേട്ടപ്പോ വേഗം എഴുന്നേറ്റ് വന്നേക്ക്. എന്താ നിത വിശേഷം? സുഖാണോ? ആണോ? മുത്തിന്റെ കൈ കാരണം അമ്മയുടെ മോൻ കാണില്ലടാ. സുഖാണോ നിത? എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 2 മണിക്കൂർ ഉറങ്ങിയാ? എപ്പ കയറി കിടന്ന? സേലത്തുനിന്ന് കയറി കിടന്നല്ലേ? കോയമ്പത്തൂർ എത്താറായി. 3 മണിക്ക് കിടന്നപ്പോ 5 മണിയാകുമ്പോ 2 മണിക്കൂറായില്ലേ? ഞങ്ങളൊക്കെ അങ്ങനെ പറയാ. ഇദ്ദേഹം 80 കഴിയുമ്പോ തന്നെ മറ്റേ സൈർ അടിക്കണ്ടല്ലേ? ഇദ്ദേഹം 80-ലാകുമ്പോ സൈർ അടിക്കും. പിന്നെ ഇടയ്ക്ക് 90-ലാകുമ്പോ സൈർ അടിക്കണ്ട. അത് എന്തിനുള്ളതാന്ന് അറിയില്ല. ചില സമയത്തൊക്കെ അടിക്കുള്ളൂ 90-ലെ സാധനം, എപ്പോഴൊന്നുമില്ല. പിന്നെ റോഡ് ഇങ്ങനെ വിജനമായി കിടക്കാണ് കേട്ടോ. 2 സൈഡും വേറെ പ്രത്യേകിച്ച് കാണാനോ കാഴ്ചകളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിലും ഉൾവഴിക്കടെ യാത്ര ചെയ്യണത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം ഉൾവഴിക്കടൊക്കെ യാത്ര ചെയ്ത് മടുത്തുകൊണ്ടാണ് പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ നേരെ സേലത്തുനിന്ന് തൃശ്ശൂരിലക്കാന്ന് വെച്ചത്. അപ്പൊ എന്തായാലും തൃശ്ശൂർ വരെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മെല്ലെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നേരം കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ. കോയമ്പത്തൂർ എത്താൻ കുറച്ച് കിലോമീറ്റർ കൂടി ഉള്ളൂ, ഒരു 30 കിലോമീറ്റർ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ഈ റോഡൊക്കെ കഴിഞ്ഞു. ഈ റോഡാവും ഇത്. ചിലപ്പോ മിക്കവാറും ഈ റോഡ് ഭാഗങ്ങളായിരിക്കും ഇത്. മാപ്പിൽ നോക്കി കഴിഞ്ഞോ? ബോർഡ് കണ്ടായിരുന്നോ? അല്ല, മറ്റേ FM റേഡിയോ പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. വിജനമായ റോഡ്. ഇപ്പൊ സ്പീഡ് അലക്കാണെങ്കിൽ എത്ര വരെ കയറും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്പീഡ് മാക്സിമം കാല് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ പഠിച്ചപ്പോൾ 156 വരെ പോയി. അത് ഇറക്കം പോലെയുള്ള സ്ഥലത്തേക്കാണെങ്കിൽ 156 പോകുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 146 എപ്പോഴും കഴിഞ്ഞില്ല. കയറ്റാണല്ലോ ചെറുതായിട്ട്. വ്യൂ കണ്ട് കാല് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഇടിക്കും. അപ്പൊ എപ്പോഴും വണ്ടി വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കാല് കൊടുത്ത് പോകാൻ പാടുള്ളൂ. ഇപ്പൊ ക്യാമറ പിടിച്ച് വല്ല പോലീസുകാർ നിൽക്കണമെങ്കിലേ അപ്പൊ തന്നെ നമ്മുടെ പൈസ പോകും. പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങോട്ട് വന്ന് കയറണവൻ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി 8-ന്റെ പണി നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മതി വലിയൊരു ആപത്തിലേക്ക് എത്താൻ. ചെറിയൊരു മറ്റേ തീപ്പട്ടി കൊള്ളി മതി. വലിയൊരു തീപ്പൊരി മതി കാട്ടുതീ ഉണ്ടാക്കാൻ. അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മളുടെ യാത്രയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് അവിടെ ഇങ്ങോട്ട് വന്നപ്പോ 14.2 ആണ് കേട്ടോ എഴുതി കാണിച്ചത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അലക്കലക്കണത് കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജ് തീരെ കുറവാണ്. ഇപ്പൊ ഒരു 90 വരെ പോവാണെങ്കിൽ 18 വരെയൊക്കെ ആവറേജ് മൈലേജ്. ഹൈവേയിൽ 18-19 വരെ ആവറേജ് മൈലേജ് ഉണ്ട്. അല്ല, ഇനിയിപ്പോ ഹൈവേയിൽ അത്യാവശ്യം നല്ല പെടപടച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 കിലോമീറ്റർ വരെയാണ് മൈലേജ് കാണിക്കുന്നത്. അപ്പൊ 18-നും 14-നും ഇടയ്ക്ക് ഇതിൽ മീറ്ററിൽ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 14 കാണിച്ച ഒരു 12 അത്രയ്ക്കുള്ളൂ. 2 കിലോമീറ്റർ എന്തായാലും ഷോർട്ട് ആവും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താറിന്റെ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ താർ ഇപ്പൊ നമ്മളുടെ കിലോമീറ്റർ 9100 കിലോമീറ്റർ ആണ് ഇപ്പൊ ആയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളുടെ ഒരു സർവീസ് ചെയ്യണം 10,000-ന്റെ. അപ്പൊ 10,000 ആവാത്തതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ഓടി വന്നതിന് ശേഷം നമുക്ക് സർവീസിന് കൊടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് കേട്ടോ ബാംഗ്ലൂർ വരെ പോയി വരുമ്പോഴേക്കും 10,000 ആവുമെന്ന് വിചാരിച്ച. ഇനിയിപ്പോൾ 10,000 ആവില്ല എന്തായാലും. എന്നാൽ കൂടിയും ഓടിനോടത്തോളം ഓടിയില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ 7,000-ൽ നമ്മൾ കൊണ്ടുവന്ന് സർവീസ് ചെയ്യേണ്ടി വന്നേനെ. 7,100 കണ്ടല്ലേ നമ്മൾ പോയത്? എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? എത്രയാന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ഓടാത്ത വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരും. ഇനി ചെന്നിട്ട് ഞങ്ങൾക്ക് ഇനിയും യാത്രകളുടെ കളിയാണ് അല്ലേ? ഇനി യാത്രകളില്ലേ ഇപ്പോ? എന്താ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നീതാ? ഇനി യാത്രകളുണ്ട്. ഇല്ലാന്ന് പറഞ്ഞേ? ഞാൻ ഇതിന്റെ ഇടയിൽ ശ്രദ്ധ മാറിപ്പോയി. വേറെ കാര്യത്തിനൊന്നും നീ ഇല്ലാന്നല്ലേ? അത് ശരി, വേറെ കാര്യത്തിനൊന്നും വേണ്ട. മുത്തിന് യാത്രകൾ ഇഷ്ടല്ലേടാ? എന്നിട്ടാണ് കിടന്നുറങ്ങണ ബാക്കിൽ. നീ സേലം വരെ നീ ആയിരുന്നല്ലേ കിടന്നുറങ്ങിയായിരുന്നു. സേലം കഴിഞ്ഞപ്പോ അമ്മയും കിടന്നുറങ്ങി. മുട്ടുവേന എടുത്തിട്ടാണ് അല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല, മുട്ടുവേന എടുത്താ പിന്നെ കിടന്നുറങ്ങണം. വെയിൽ ശരിക്കും കണ്ണിലേക്ക് അടിച്ചു തുടങ്ങിയിട്ട് ചെറുതായിട്ട്. അപ്പൊ ഇനി എവിടെയെങ്കിലും നിർത്തി ഒരു ചായ ഒക്കെ കുടിച്ച് മെല്ലെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. മോളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഫുൾ വ്യൂ കാണായിരുന്നു. കാറ്റ് പിടിക്കുന്നുണ്ട് ഗൈസ്. 120 വരെ പോയി അപ്പൊ കാറ്റ് പിടിക്കും അല്ലേ? അത് കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഒരു ത്രില്ലില്ല. ലോങ് യാത്രയ്ക്കൊന്നും ഫുൾ സ്പീഡിൽ പോകാനായിട്ട് ഒരിക്കലും നമ്മൾ താർ പ്രിഫർ ചെയ്തിട്ടാ. ഒരു പോസിന് വേണ്ടി കൊണ്ടു നടക്കാനല്ലാണ്ട് വേറെ ഒരു പർപ്പസിനും ഈ താർ എന്ന് പറയുന്ന സാധനം നല്ലതാണ്. ഓഫ് റോഡിങ് ആ കാര്യം അതാ ഞാൻ പറഞ്ഞ എല്ലാ പരിപാടിക്കും. അല്ലാണ്ട് ഒരു നോർമൽ ഹൈവേ റൈഡിന് ഒരിക്കലും താറ് ഞാൻ ഒരാൾക്കും പ്രിഫർ ചെയ്യില്ല. പിന്നെ ഒരു ഫാമിലി കാറായിട്ട് ഞാൻ താറ് ആർക്കും പ്രിഫർ ചെയ്യില്ല. എന്താ പറയാ, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടിക്കാൻ കുറച്ച് നാട് മേടിച്ച് ഓടിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് എന്താ പറയാ, കാണുമ്പോഴുള്ള ഇഷ്ടവും കൊണ്ടു നടക്കുമ്പോഴത്തെ അങ്ങനത്തെ ഒരു ഇതൊക്കെ അല്ലാണ്ട് ഒരു ഫുൾ 100% തൃപ്തി തരുന്ന ഒരു വണ്ടിയല്ല നമ്മുടെ താറ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കയറി ഇറങ്ങേണ്ട ബുദ്ധിമുട്ട്, ഒരു നല്ല ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കൂടാണ്ട് സ്പീഡ് എടുത്ത് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കും, കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഒലച്ചിലുണ്ട്, പിന്നെ യാത്രക്ക് സുഖം കുറവ്. അപ്പൊ നമ്മള് അതെ എല്ലാ കുഴിയും കുണ്ടും അറിയണുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, ഇതറിഞ്ഞില്ല. അതെ, ഇങ്ങനെയുള്ള മരങ്ങളും കുണ്ടുകളൊന്നും അറിയില്ല, പക്ഷെ തിരകൾ അറിയും. ഇപ്പൊ നമ്മുടെ കാറാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ പകുതി യാത്രക്ക് ക്ഷീണം ഉണ്ടാവില്ല. ഒരു ബാംഗ്ലൂർ പോയി വരികയല്ല, നമ്മൾ ഇനി എപ്പോഴാ പോയാലും നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. അത് മാത്രല്ല, ഈ വണ്ടിയുടെ ഷേപ്പ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ബോക്സി ടൈപ്പ് ആണല്ലോ, കാറ്റ് ഡയറക്റ്റ് ഗ്ലാസുമ്മേക്ക് അടിക്കണോണ്ടല്ലോ ശബ്ദം. പിന്നെ വണ്ടി അതുകൊണ്ട് തന്നെ വലിയ കുറവാണ്. ഇപ്പൊ ഈ എഞ്ചിൻ തന്നെ ശരിക്കും എന്താ പറയാ, ഇതിന്റെ ഷേപ്പ് വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ഈ സാധനം വേണമെങ്കിൽ 150 മൈൽ സ്പീഡിലായാലും പോകും. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ കുത്തന പെട്ടി ടൈപ്പ് ആയതുകൊണ്ടാ. അല്ലേ മതി, എനിക്കത് കേട്ടില്ല. ഞാൻ അതേ പ്രതീക്ഷേട്ടെന്നേ കേൾക്കാത്തോണ്ട് വീണ്ടും ചോദിച്ചതാ. അപ്പൊ കോയമ്പത്തൂരിന്റെ പാത പ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ എത്തിയിട്ടില്ല, ഇനിയും 65-60 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി ഒരു ചായ അങ്ങോട്ട് കാച്ചണം. അതായത് തമിഴ്നാട് ചായ. ഒരെണ്ണം കാച്ചാൽ പോലെ ഒരാൾക്ക് 2 ചായ വെച്ച് കാച്ചേണ്ടി വരും. കാരണം ഒരൗൺസുള്ള ഒരാൾക്ക് ചായ. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചായ 2 അടിക്കേണ്ടി വരും. X6 കിടന്നുകൊണ്ട് X5 അല്ലേ? X6 വേറെ സ്റ്റൈലാ. അല്ല, അപ്പുറത്ത് വണ്ടി ഉണ്ടാ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാം, 2 ഹോൺ അടിച്ചു. അപ്പൊ അവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫുള്ളും കൂടെ കയറി വരുമെങ്കിൽ അതിന് പകരം അത്ര കയറി വരില്ല, മതി. അവനെ കറക്റ്റ് എടുത്ത് വെട്ടിച്ചു പോയാൽ നമുക്ക് ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോവാം. അതിന് ഓരോരോ ട്രിക്ക് ഉണ്ട് മുത്തേ. നീ 18 വയസ്സാകുമ്പോഴേക്കും ഫുൾ ട്രിക്സ് നിന്നെ ഞാൻ പഠിപ്പിക്കും. അത് കണ്ടുപഠിക്കണം ശരിക്കും പറഞ്ഞാൽ. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞൊരു മാജിക് ലോകം തന്നെയാണ്. അപ്പൊ അതിന്റേതായ സ്റ്റൈലിൽ അവൻ വെട്ടിച്ചു പോയി. അവനേതാ MG ഹെക്ടർ. അപ്പൊ അവർക്കൊക്കെ 120 വരെ ആവാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവര്. അപ്പൊ നമ്മൾ ഈ 90 പിടിച്ച ലേശം കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ X5ഉം അതുപോലെ തന്നെ മറ്റേ സാധനം ലേശം പിന്നാക്കം വരും. അതിനവരൊക്കെ വണ്ടിയുടെ ബോക്സ് അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അതും ഇതായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എല്ലാവരും 120 പോണ ഈ വഴിക്ക്. ഇപ്പൊ ഈ ഹൈവേയിൽ ക്യാമറ എന്താണോ ഇവര് വെക്കാത്തതെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാ ആൾക്കാരും ആരും പോവില്ലല്ലോ. ഇതിപ്പോ എല്ലാ ആൾക്കാരും പോവാണ് അങ്ങനെ.
എനിക്കറിയാവും കയറുന്നു, അതല്ല ഞാൻ ഹോൺ അടിച്ചത്. അങ്ങനെയാണ് ആ ബസ്സുകാരൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടേക്ക് കയറാനുള്ള 100% ചാൻസ് നമ്മൾ അതിൽ കണ്ടു. തൃശ്ശൂർക്ക് 137 കിലോമീറ്റർ ഉള്ളതിപ്പോൾ എനിക്ക് മനസ്സിലായി. X5 അല്ലേ പോണത്? അത്ര. അപ്പൊ നമ്മൾ ലോങ്ങിനെ നോക്കണം ഏത് ട്രാക്കാണ് ഫുൾ ഫ്രീ ആയിട്ട് കിടക്കണേ. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ട്രാക്കാണ് ഏറ്റവും ഫ്രീ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ട്രാക്കിൽ കൂടി എടുത്തു. അപ്പൊ ഈ ട്രാക്കിൽ കൂടി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ X5 നമ്മൾ നിസ്സാരമായിട്ട് അങ്ങനെ വെട്ടിച്ചു. കണ്ടില്ലേ ഇത് എന്നാ വ്യത്യാസം? കണ്ടില്ലേ ഇപ്പൊ X5 പോയില്ലേ? കണ്ടില്ലേ ഇപ്പൊ X5 വെട്ടിച്ചോ? അത്ര ഉള്ളു. അപ്പൊ ആ ട്രാക്ക് മാറി എടുത്തുകൊണ്ടാണ് നമുക്ക് വെട്ടിക്കാൻ പറ്റിയത്. അത്ര ഉള്ളു. മനസ്സിലായോ സാറേ? നീ അപ്പൊ ഒരു 18 വയസ്സാകുമ്പോഴേക്കും നല്ല ഡ്രൈവർ ആവണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം പറഞ്ഞു. അല്ലാണ്ട് മത്സര ബുദ്ധിയോ അല്ലെങ്കിൽ വേറെ ഒന്നല്ല, എല്ലാത്തിനും അതിൻ്റെതായ ട്രിക്കുകൾ ഉണ്ടെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അവൻ കടന്നു പോയിക്കോളും. X5 നീ കണ്ടോ കടന്നു പോകണം, കണ്ടോ? അതാണ് അത്ര. അപ്പൊ കോയമ്പത്തൂർ സിറ്റിയുടെ ഉള്ളിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ കയറി നേരെ സേലത്ത് നിന്ന് വരുമ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോയമ്പത്തൂർക്ക് പോകാൻ. നേരെ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്, കൊച്ചി, തൃശ്ശൂര് ആ വഴി കേട്ടോ. അപ്പൊ നമ്മള് നേരെ കോയമ്പത്തൂർ ടൗണിലേക്ക് കയറാണ്ട് ഇവിടേക്ക് കയറി. ഇത് ടോളല്ലേ? ടോൾ റോഡ് എൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണേ. ടോൾ ഇല്ല, ഇല്ലല്ലോ, മറ്റേ സാധനം ഇല്ല. അപ്പൊ ടോൾ റോഡ് കഴിഞ്ഞു നമ്മളുടെ. ഇനിയുള്ളത് എന്തുട്ടാ? മറ്റേ ഇതേപോലത്തെ കുഞ്ഞു 5 അല്ലേ? അത് ശരിയാ, അതാണ് ഉള്ളത്. ഇനി ലോറികളുടെ ഒരു ബഹളാട്ടോ. ഇത്ര നേരം ലോറികളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, വലിയ തിക്കും തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് തിരക്ക്. കോയമ്പത്തൂർ ടൗൺ ഒന്ന് വിട്ട് LND റോഡ് ഒന്ന് വിട്ട് നമ്മൾ വാളയാർ എത്തണ വരെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചൊറി റോഡ് എന്ന് പറഞ്ഞാൽ ഈ കണ്ട യാത്രകൾ ചെയ്യണതിൽ ഏറ്റവും പെശക് റോഡുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയമ്പത്തൂരിൽ നിന്ന് ഈ തുടങ്ങിയോടത്തു നിന്ന് മുതൽ ഒരു 26 എത്ര അങ്ങോട്ട് കിലോമീറ്റർ ഉണ്ട് LND റോഡ് എന്ന് പറയും. ഈ റോഡ് ഇന്നേ വരെ 4 ലൈൻ ആക്കിയിട്ടില്ല. അതിന്റെ പണി തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ള ഇന്ത്യ മൊത്തം NH ഹൈവേ മുഴുവൻ പണിതിട്ടും ഈ റോഡിന് മാത്രം ഇങ്ങനെ നിർത്തിയിട്ടുള്ളതിന്റെ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല ഇത് മാത്രം പണിയാണ്ടിരിക്കണേന്. അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ ഈ കണ്ട ഫ്ലൈ ഓവറും ബാക്കിയുള്ള റോഡുകളും ഒക്കെ മൊത്തം പണിത് സ്റ്റൈലാക്കിയിട്ടും ഈ ഒരു LND റോഡിനെ മാത്രം ഉപേക്ഷിച്ചിട്ടേക്കണതിന്റെ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമന്റ് ചെയ്തോളാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴിക്ക് എന്ന് പറഞ്ഞാൽ വണ്ടികളില്ലാത്ത വഴിയാണ്. ഇപ്പോഴായാലും ഈ സിംഗിൾ റോഡുള്ളൂ. ഇത്രയധികം വണ്ടികളുള്ള സിംഗിൾ റോഡ് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തല്ലാണ്ട് വേറെ എവിടെയും കാണില്ല. ഇത്ര നേരം വന്നിട്ടുള്ള എൻ്റെ സകല എയിമും ഈ ഒരു ഒറ്റ റോഡ് കളഞ്ഞു എന്ന് പറയില്ലേ? ഒരു വഴിയില്ല. ബെസ്റ്റ് കോയമ്പത്തൂർ ടൗൺ ഓടിയിട്ട് പോയിട്ട് എന്താ കാര്യം? ഇതിനും തിരക്ക് കൂടുതൽ. തിരക്കില്ലാത്ത വഴി നോക്കിയിട്ടുള്ള കാര്യം പറഞ്ഞത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ കവി എന്തോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇതേപോലെ പറയും ഇത് ബാംഗ്ലൂർ എന്നൊക്കെ പറയും ചിലപ്പോ. ഇത് കോയമ്പത്തൂർ ഇട്ടാ ഇതാ തിരുപ്പത്തൂര് മറക്കാൻ പറ്റാത്ത സ്ഥലം. ചൂട് കിട്ടി പൊള്ളി മനുഷ്യൻ വണ്ടിന്റെ ഉള്ളിൽ ചീത്തയും കേട്ട് പല്ലും തെച്ച്. ലോറി യാത്ര ഇഷ്ടായില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ലോറി യാത്ര ഇവർക്ക് രണ്ടുപേർക്കും മടുത്തു പോയി. ഇനി ജീവിതത്തിൽ ലോറിക്കില്ല. നമ്മള് പുത്തേട്ടിന്റെ ഒക്കെ ട്രാവൽ വ്ളോഗ് കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എങ്ങനെയാണ് പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ പോയിട്ട് എങ്ങനെയാണ് ഈ കണ്ട കാലം. ഒരു ട്രിപ്പോ 2 ട്രിപ്പൊക്കെ പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പിന്നെ അതിന് എന്താ പറയാ കാശിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിലും റെഡിയാണ്. അല്ലാണ്ടൊക്കെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പെണ്ണുങ്ങൾ വലിച്ചു വാരി നടക്കുമ്പോ അത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ജീവിക്കാൻ പോകെയുള്ള പെണ്ണുങ്ങൾ നടക്കുമ്പോ ആഗ്രഹത്തിന് പുറത്തല്ലാണ്ട് ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് കാണുന്നില്ല. ആഗ്രഹമൊക്കെ മതിയാവും. നമുക്ക് ഒറ്റ പ്രാവശ്യം വണ്ടിയിൽ ആ ട്രിപ്പ് പോയപ്പോഴേക്കും ഫാമിലിനെ കൊണ്ട് പോയപ്പോ മനസ്സിലായി. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല എന്ന്. എവിടെ കണ്ടു അവിടെ വെള്ളത്തിൽ ചാടി കുളിച്ചു. പെണ്ണുങ്ങളെ കൊണ്ട് പോയാൽ അവിടെ വെള്ളത്തിൽ ചാടി കുളിക്കാൻ പറ്റും. തോട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എവിടെ കുളിക്കാൻ സ്ഥലം കണ്ടു അവിടെ കുളിച്ചു. അല്ലെങ്കിൽ എവിടെ ബാത്റൂമിൽ പോകാൻ പറ്റി അവിടെ പോയി. പെണ്ണുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ആ കളിയൊന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോൾ കൊടുക്കേണ്ടത് ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ ടോട്ടൽ 47 രൂപ കണ്ട് ടോൾ വരും. അപ്പോൾ ടോൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി. എന്നിട്ട് രണ്ടാമത് ടോൾ റീചാർജ് ചെയ്തു. 800 രൂപ ടോൾ വരും കേട്ടോ ടോട്ടല്.
സാധാരണ പണ്ടൊക്കെ 100 രൂപ കുറവായ റീഡ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ അങ്ങനെയല്ല, മൈനസ് പോണ്ട്. അത് ഇപ്പൊ 37 രൂപ മൈനസ് ആയിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും റീചാർജ് ചെയ്തു. അപ്പൊ എന്താ പറയാ, അതിന് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മിനിമം ബാലൻസ് സാർ ഇത്ര വേണം അത്ര വേണം എന്നൊക്കെ പറഞ്ഞാൽ അവർ അലമ്പുണ്ടാക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തായാലും കാശ് തീർന്നു. അതിന്റെ ഇടയ്ക്ക് ഏപ്രിൽ ഒരു പുതിയ നിയമം വരുന്നെന്ന് പറഞ്ഞു. അതായത് 3000 രൂപ 5000 രൂപ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് എല്ലാ ടോൾ, ഇന്ത്യയിലെ ഏത് ടോള് വേണമെങ്കിലും ഒക്കെ ഫ്രീ എന്ന് പറഞ്ഞിട്ട്. 3000 രൂപ അടച്ചിട്ടുള്ള സംഭവം ശരിയാണോ, അത് വരുമോ ഇല്ലയോ, അത് വെറുതെ വാട്സാപ്പിൽ വന്നൊരു സംഭവം ആണോ, അല്ലെങ്കിൽ അത് ശരിക്കുള്ളതാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ഒരു കൊല്ലത്തേക്ക് എല്ലാ ടോളും ഫ്രീ ആവും നമ്മൾ 5000 രൂപ കണ്ട് അടച്ചു കഴിഞ്ഞാൽ. 3000 എത്ര, 5000 എന്നുകൊണ്ടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇനി ആർക്കെങ്കിലും അതിനെപ്പറ്റി വല്ല ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് എവിടേക്കായാലും ഒരു 5000 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ ധൈര്യമായിട്ട് ബോംബെ ഇടില്ല. 10-15,000 രൂപയുടെ കണ്ട് വേണമെന്നാണ്, കാറിന് വേണമെന്നാണ് എന്റെ ഒരു ഇത്. അത് ഇനിയും കൂടി ഉണ്ടാവും. അന്ന് പോയപ്പോ 15 കണ്ടായിരുന്നു. 17,000 എന്തൊക്കെ ചെയ്യാല്ലേ. തുറക്കാനൊരു പ്രയാസം ഉണ്ടല്ലോ ഈ ടോളൊക്കെ. എത്ര കൊല്ലായി ഈ സിംഗിൾ റോഡിന് ഈ കണ്ട ടോള് മേടിക്കണോ? സത്യം പറഞ്ഞ എത്ര കൊല്ലില്ലേ അപ്പൊ 15 കൊല്ലം പാടുള്ളൂ. ഇതൊക്കെ ഒരു മിനിമം 10 കൊല്ലെങ്കിലും ആയിട്ടുണ്ട് മിനിമം. പാലിയക്കര ടോള് എത്ര നാളായിണ്ട്? 2015 തൊട്ട് കൂട്ടാണെങ്കിൽ തന്നെ 10 വർഷമായി. 15 വർഷം കഴിഞ്ഞു പാലിയക്കരയൊക്കെ. നോക്കി ടോളും കൊടുത്തിട്ട് ഒരു വണ്ടീനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. 26 കിലോമീറ്റർ ആണെങ്കിൽ 1.5 മണിക്കൂറും അത് കോപ്പിൽ ഇടപാട്. ഇത് ചോദിക്കാനില്ലേ ഈ തമിഴ്നാട് ഗവൺമെന്റ്? സ്റ്റാൻലിനെ വിളിച്ച് പറയണോ? സ്റ്റാൻലിനെ നീ വിളിക്കുവോ? നീ സംസാരിക്കില്ലല്ലോ, വെറുതെ വിളിച്ചിട്ട് ഹലോ ചിന്ത ചേട്ടാ സുഖാന്ന് മാത്രമല്ലേ പറയുള്ളൂ. ചേട്ടാ ഈ കാര്യം ഒന്ന് ശരിയാക്കാം അങ്ങനെ പറയണം സ്റ്റാൻലിയോട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റാൻലി അല്ലേ? അല്ല, മുഖ്യമന്ത്രി സ്റ്റാൻലിനെ നീ വിളിക്കൂല്ലേ? ശരി. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പോകുമ്പോ നമ്മൾ എങ്ങനെയൊന്നും ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. ഇവര് ഓവർടേക്ക് ചെയ്യാനല്ലോ രക്ഷയില്ല. ചായ കുടിക്കാൻ നിർത്താം ഇനി. അപ്പൊ ഒരു ചായ കുടിച്ചിട്ട് നീങ്ങാം. നല്ല ചായ അവിടെ. ഞാൻ ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ചായ കിട്ടുന്ന സ്ഥലം. ഏതാ? ഇത് MDS. നീ അറിയോ MDSന്? പാല് ചായ എടുക്കണം നോക്ക്. ഇത് ഏറെക്കുറെ നമ്മുടെ അവിടുത്തെ പോലെ കേട്ടോ. സാധാരണ ഇങ്ങനെയല്ല എടുക്കണ കണ്ടിട്ടുള്ള. വീണ്ടും പാലൊഴിക്കുകയാണ് അല്ലേ. മാറ്റമൊന്നുമില്ല. ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ചായ എടുക്കല്. നല്ല ടേസ്റ്റാണ്. ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതാ വീണ്ടും ഇവിടെ തന്നെ വന്നേട്ടാ. ചായ കുടിക്കാൻ നിർത്തിയപ്പോഴേ ഒരു ഗൂർക്ക വന്ന് അടുത്ത് നിർത്തിയിട്ടാ. ഈ ഗൂർക്കമ്മ ഒരു ചിത്രശലഭമുണ്ട് കണ്ടോ, ഗ്രില്ലുമ്മ ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഒരു ചിത്രശലഭമുണ്ട്. രണ്ടും സെയിം ചിത്രശലഭം. വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താറിനേക്കാളും വലിപ്പം കൂടുതൽ ഗൂർക്കയാണ് കേട്ടോ. എന്തിട്ട് ലുക്ക് നോക്കിയാൽ വണ്ടി ഭയങ്കര ഗംഭീര വണ്ടിയാണ് ഗൂർക്ക പുതിയത്. പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, വേണ്ടത്ര വിജയിച്ചില്ല. എല്ലാ സംഭവങ്ങളും കമ്പനി ഇറക്കി കാറിനേക്കാളും എല്ലാ ഫെസിലിറ്റിയും കൊടുത്തൊക്കെ ഇറക്കിയതാണ്. ഉള്ളിലത്തെ ഫീച്ചേഴ്സ് അല്ല പറയണേ. ഓഫ് റോഡിന് എന്തൊക്കെ വേണം അതൊക്കെ 4x4x4 എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇവൻ അങ്ങോട്ട് വേണ്ട രീതിയിൽ സക്സസ് ആയില്ല. മുട്ട് കുറേ നേരം ഇങ്ങോട്ട് ലേശം ചായ തരാൻ പറയുന്നു. അപ്പം എൻ്റെ ചായന് ഇത്തിരി ചായ ഒന്ന് കൊടുക്കട്ടെ. അത് G-Wagon തന്നെയാണ്. G-Wagonന്റെ സെയിം കോപ്പിയാണ് അത്. അതറിയില്ലേ? എന്നാ ചായ വേണമെങ്കിൽ എന്നാ ഇനി ഇതൊക്കെ വേണ്ടി റൗണ്ട്സാ വേണ്ട. അപ്പോൾ വേണ്ട. G-Wagonന്റെ കോപ്പി തന്നെയാണ് സെയിം. നമ്മുടെ ഇന്ത്യയിൽ G-Wagon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂർക്കയുടെ ഇപ്പോഴത്തെ വണ്ടി സൈസും ഫിഗറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ G-Wagon തന്നെയാണ്. ഇത് പക്ഷേ ഫിനിഷിങ്ങിന് ടോട്ടൽ നോക്കുമ്പോൾ ഒരു ഗുമ്മ് കുറവാണ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആഴ്ചയിൽ താറിൻ്റെ ഇരട്ടിയുണ്ട്. അതേപോലെ ഹൈറ്റും വെയിറ്റും ആയിട്ടുള്ള അടിപൊളി വണ്ടി തന്നെയാണ് കേട്ടോ. ഞാൻ വണ്ടിയുടെ ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ 20 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. ആൾ 6 മാസമായിട്ടുള്ള എടുത്തിട്ട് ഫുൾ ഹാപ്പിയാന്ന് പറഞ്ഞേ മുത്തേ. 6 മാസമായിട്ടുള്ള എടുത്തിട്ട് ഭയങ്കര ഹാപ്പിയാണ് ആള്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പുതിയ ഇറങ്ങിയ വണ്ടി കംപ്ലൈൻ്റ് ഒക്കെ തീർത്ത് അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താറിനേക്കാളും ഇരട്ടി ഹൈറ്റും വെയിറ്റും ഉണ്ട് വണ്ടി കാണുമ്പോൾ തന്നെ. ഫിനിഷിങ് കുറവാണ്, അതാണ് മൊത്തത്തില്. ഓൾഡ് സ്കൂൾ വണ്ടി പോലെയാ. ആ ഗൂർക്കയുടെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആള് പറയാണ് ഹൈവേയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-12 കിട്ടിയാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ലോക്കലിലൊക്കെ തീരെ മൈലേജ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ മെഴ്സിഡസിന്റെ എഞ്ചിനാണ് ആ സാധനത്തിന് പറ്റുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ജി വാഗന്റെ ലുക്കും മെർസിഡസിന്റെ എഞ്ചിനും ഈ വക ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഇത്ര ഉള്ള ഒരു വണ്ടിക്ക് 20 ലക്ഷം രൂപ ഉള്ളൂ എന്ന് പറയുമ്പോൾ സംഭവം കുറവാണ്. ഈ വണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ താറിനേക്കാളും വിജയിക്കാത്തൊരു വണ്ടിയായി മാറി എന്ന് ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയില്ല കേട്ടോ. ഫിനിഷിംഗ് ഇല്ല. അല്ല അത് മാത്രമല്ല കുറവുള്ളൂ. ഫോഴ്സ് ട്രാവലറൊക്കെ ഹിറ്റായി എത്ര ഏതെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലെ മെയിൻ ബ്രാൻഡുകളൊന്നല്ലേ ഫോഴ്സ്, മഹീന്ദ്ര പോലെ തന്നെ. അവര് ചെറുവണ്ടി അല്ലാണ്ട് നീ ഇന്നേ വരെ ഈ ഫോഴ്സിനെ ബീറ്റ് അർബാനി ഇപ്പൊ വന്നില്ലേ? ഏതെങ്കിലും ആൾക്കാരുണ്ടോ? മഹീന്ദ്രക്കാരുണ്ടോ അല്ലെങ്കിൽ മറ്റേ ടയോട്ടക്കാരുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാറ്റക്കാർ ആരെങ്കിലും ഉണ്ടോ? വിങ്കറൊക്കെ പൊളിഞ്ഞു പോയ പാളിസായതല്ലേ. ഇപ്പൊ പുതിയ അർബാനി ഇറങ്ങി, ഹിറ്റോട് ഹിറ്റല്ലേ. അപ്പൊ അതാ ഞാൻ പറഞ്ഞു. അതെ, അപ്പൊ ഞാൻ പറയണത് അങ്ങനെ ഇത്ര വണ്ടി മറ്റേ വണ്ടി ഇത്ര ഹിറ്റ് ആയിട്ട് ഓർന്നു, ഈ വണ്ടി അങ്ങനെ ഹിറ്റാക്കാൻ പറ്റാണ്ട് വരുമ്പോഴേ. കാരണം എനിക്ക് ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയ വണ്ടിയാണോ ഇനി ഗൂർക്ക? അല്ല, ലോങ് ട്രിപ്പ് വേണ്ട. ഞാൻ പറഞ്ഞു ഓഫ് റോഡ് ആയാലും താറ് ദൂരം വണ്ടി ഇറങ്ങണേ. അത് വെച്ച് നോക്കുമ്പോ ഇത് ഇറങ്ങണില്ലല്ലോ തീരെ. മഹീന്ദ്ര ഒരു സ്പെസിഫിക് കാർ ബ്രാൻഡ് അല്ലേ, അതിന്റെയും കൂടി ഉണ്ടാവും. അതെ, എനിക്ക് എന്തോ ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ആദ്യമേ മുതൽ കാണാൻ. പക്ഷെ ഫ്രണ്ട് ബാക്ക് ഒന്നും അപ്പനെന്തൊരു ഈ വണ്ടി ജി വാഗന്റെ ഷേപ്പ് ഉണ്ട്, പക്ഷെ ആ ലുക്ക് ഇല്ല. ജി വാഗന്റെ ഫുള്ള് ജി വാഗന്റെ കോപ്പി അടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ജി വാഗന്റെ മോഡല്, അതിന്റെ ഗ്രില്ല് അങ്ങോട്ട് ഫ്രണ്ട് ഗ്രില്ല് ഹെഡ്ലൈറ്റ് എടുത്ത് കളയാ. ഹെഡ്ലൈറ്റ് കുഴപ്പമില്ല, ബമ്പർ മാറ്റുക. ഇതൊക്കെ ജി വാഗന്റെ സാധനങ്ങൾ ഓർഡർ ചെയ്യാ. കണ്ട് ജി വാഗൺ അല്ലാന്ന് പറയാം. അതേപോലെ ആക്കാൻ പറ്റുമോ വണ്ടി? മാറ്റണ്ടേ? അതൊക്കെ മാറ്റണം, കുറച്ച് പണിയുണ്ട്. അതൊക്കെ ശരി തന്നെ. ഈ ബീച്ചനുമായിട്ട് സ്ഥലം കടന്നിട്ട് റോഡ് വികസിപ്പിക്കാണ്ട് എനിക്ക് ദേഷ്യം വരുന്നത് എന്നോട് തന്നെ. ഒരു വണ്ടീനെ വെട്ടിക്കാൻ പറ്റാണ്ട് റോഡും കൊടുത്ത് പോണ കാര്യം ആലോചിച്ചിട്ട്. ഈ വണ്ടി പെട്ടെന്ന് സ്പീഡാക്കുമ്പോഴേ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സൗണ്ട് പെട്ടെന്ന് കൂടി. നമ്മൾ ശരിക്കും ഏതോ ഗ്ലാസ് തുറന്നിട്ടുണ്ടെന്ന് അതേപോലെ കാറ്റ് പിടിക്കുന്ന ശബ്ദം. ഒരു ബൂസ്റ്റ് കൊടുക്കുമ്പോ വണ്ടി തന്നെ നമ്മള് പാട്ടൊക്കെ വെക്കുമ്പോ സൗണ്ട് കൂടി. അതെ, പെട്ടെന്ന് ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ പാട്ടൊക്കെ ഇല്ലേ തന്നെത്താൻ സൗണ്ട് കൂടും. അതേപോലെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇട്ട് അപ്പൊ തന്നെ ഹസാഡ് ഇൻഡിക്കേറ്ററൊക്കെ കത്തും. കൊറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഒളിഞ്ഞ് കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ഫീച്ചേഴ്സുകള് 70 നമ്മുടെ വണ്ടിയുടെ പോലെ തന്നെ ബാക്ക് ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേവരെ പറ്റിയിട്ടില്ല കേട്ടോ. അതേപോലെ സബ് വെക്കേണ്ടത്. ഈ രണ്ട് കാര്യം ചെയ്യണം. സബ് വെച്ച ഒരു ബാഗ് പോലും വെക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ സബ് ഊരി വെച്ചിട്ട് പോകണം പറ്റാത്ത പോവാണെങ്കിൽ. അല്ല, നമ്മുടെ ലോക്കൽ ഓട്ടത്തിന്റെ സബ് വെച്ചിട്ട് ഓടാലോ. എന്തിനു ലോക്കൽ ഓട്ടം എവിടെ സംഭവിക്കണു? നമ്മളെവിടെ പാട്ട് വെക്കണു? അതും ശരി, പാട്ട് കുറവാണല്ലോ. അതും ശരിയാട്ടാ. ഈ സാധനത്തിന് സ്പീക്കർ അത്രയും ഇല്ല. അതെ, സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു നേരം കുറച്ച് എന്ത് നല്ല സ്പീക്കറാന്നറിയോ? അതെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവിടെ കോയമ്പത്തൂർ സിറ്റിയുടെ അങ്ങേറ്റം വഴിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ് നിൽക്കണം. വ്യൂ ഉണ്ടോ? അടിപൊളി വ്യൂ ആണ്. നമ്മള് എടുക്കാൻ ഉദ്ദേശിച്ച ബ്ലൂ ബ്ലാക്ക് അല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടം ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് ബ്ലൂ ബ്ലാക്ക് ഇഷ്ടം. പക്ഷെ എന്തായാലും എടുക്കായിരുന്നെങ്കിൽ അത് തന്നെയാണ് ഉപയോഗത്തിന് ബെസ്റ്റ് ഉണ്ടായിരുന്ന വണ്ടി. എന്ന് പറഞ്ഞാൽ 3 പേർക്ക് സുഖമായിട്ട് 2 പേർക്ക് സുഖമായിട്ട് ശരിയാ. പക്ഷെ അന്നത്തെ ഒരു തളപ്പില് പോയിട്ടാണ് താർ എടുത്തത്. താറിന് മോശം പറയല്ല, കിടന്നുറങ്ങാനോ ഇരിക്കാനോ ലഗേജ് വെക്കാനോ ഒന്നിനുള്ള സൗകര്യം ഇല്ല. ഈ വണ്ടമറികൂടെ പോകാൻ പറ്റുമോ നോക്കാം. സൂര്യൻ കറക്റ്റ് കണ്ണിലേക്ക് പെട്ടയ്ക്കാണ്. വേണ്ട, എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഉള്ള കാരണം എന്റെ കണ്ണിക്കട രശ്മികൾ ഇങ്ങനെ അടിച്ച് കയറണില്ല. നേരിട്ടാണെങ്കിൽ നോക്കാൻ പറ്റില്ല. നേരിട്ടൊന്ന് നോക്കിക്കോട്ടെ. അയ്യോ, പറ്റില്ല. ഞാനിങ്ങനെ ആദ്യമായിട്ട് കറക്റ്റ് ഒരു സ്ഫിയറിൽ കാണുന്നേ. കാണാലോ. എനിക്ക് മറ്റേ ഇങ്ങനെ ചെയ്യില്ല, കറക്റ്റ് ആ സൂര്യനിലേക്ക് തന്നെ നോക്കി എനിക്ക് കാണാനുണ്ട്. ഞാൻ പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാ കാണുന്നേ. എനിക്ക് ആ സൂര്യന്റെ ചുറ്റും മറ്റേ പച്ച കളറും ഉണ്ട്. പച്ചയാ? നിന്റെ കണ്ണ് ഡോക്ടറെ കാണിക്കണം. പച്ച കളർ സൂര്യൻ നോക്കുമ്പോ പച്ച കളറാണ്. സൂര്യൻ ചുറ്റും പച്ച കളറുണ്ട്. നീ നമ്മുടെ വീടിന്റെ അവിടുത്തെ സൂര്യന്റെ കാര്യമാണ് പറഞ്ഞ പച്ച ഷർട്ടിട്ട് വന്ന കാര്യം. ഇത് ചുമപ്പാണ് ആ സൂര്യൻ. ആൾക്കാർ കത്തി ജ്വലിക്കുന്ന ഒരു പ്രകാശമുള്ള ഗോളമാണ് സൂര്യൻ. അത് ചുമപ്പ് കളറാണ്. സൂര്യനിലേക്ക് നോക്കിയിരുന്നേ. അയ്യോ, എനിക്ക്
എനിക്ക് കണ്ടു കാണാൻ. ഈ അസുഖം ഞങ്ങൾക്കില്ലേ? എനിക്ക് കൊറേ നേരം സൂര്യൻ നോക്കി ഇന്ന് ഇപ്പൊ കുഴപ്പമില്ല. ആ മലനിരകളുടെ ഭംഗി കണ്ട നീ? ആ, ശരിക്കും മലനിരകളുടെ ഉള്ളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗം എന്ന് പറഞ്ഞ എന്താ രസം നോക്കി. പശ്ചിമഘട്ടമാണത്. പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ അറ്റത്തിന്റെ വടക്കേ വശത്ത് നിന്നുള്ള ഒരു ഉദിപ്പാണ് ആ കാണുന്നത് അല്ലെ? ഈ പശ്ചിമഘട്ടമാണ്. ആ നമ്മളെ തടഞ്ഞു നിർത്തി പശ്ചിമഘട്ടത്തിന് മഴ പെയ്പ്പിക്കുന്നതല്ലേ നീ പറയാൻ വന്നത്? അതെ, ഈ പശ്ചിമഘട്ടത്തിന് അപ്പുറത്താണ് നമ്മുടെ കേരളം, കൊച്ചു കേരളം. അതെ, മല അങ്ങനെ നിക്കുന്ന വിരിഞ്ഞ് അമ്മ എന്താ രസം നോക്കിയാ. പശ്ചിം ഘട്ട്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട്സ് അങ്ങനെയും പറയാം. Yes. ദേ ഇവിടെ എന്താ സംഭവം എന്ന് മനസ്സിലായ? ഈ കാണുന്നതാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. കേരള തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ വണ്ടികളൊക്കെ ശരിക്കും ഇതിലെ പോകാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ആള് നിൽക്കും. ഇവിടെ ഒരു ആള് നിന്നിട്ട് പറയും ഇവിടെ വണ്ടി ഒതുക്കാൻ പറയും. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറയും. അങ്ങനെയാണ് നമുക്ക് ഒരു ഫൈൻ കിട്ടിയില്ലേ? അത് കിട്ടിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഈ വാളയാർ ചെക്ക് പോസ്റ്റിന്റെ RTO ഓഫീസ് ഇവിടെ കാണുന്നത്. RTO ചെക്ക് പോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട കണ്ട? എവിടെയാ? അത് തന്നെ, അതാണ് RTO ചെക്ക് പോസ്റ്റ്. അവിടെ RTO ഒരാൾ പുറത്തിറങ്ങി നിൽക്കണത്. ഇവിടെ അതേപോലെ തന്നെ അവർക്ക് സംശയമുള്ളവരൊക്കെ അവര് അങ്ങോട്ടേക്ക് വണ്ടി ഒതുക്കിയതേ. വണ്ടി ഇവിടെ ഒതുക്ക്, അങ്ങോട്ട് ചെല്ലുന്ന പറയും ബുക്ക് എടുത്ത്. ഇഷ്ടപ്പെട്ട വണ്ടിയല്ലേ ഇത്? ഡിസ്കവറി. ഇതല്ല അത്, വേറൊരു സാധനം. അത് ഇതൊരു ക്യൂട്ട് സാധനമാണല്ലോ. ഇത് വില കൂടിയ വണ്ടി ഇതല്ലടാ. ഞാൻ പറഞ്ഞു ഇവോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇവോക്കാ. ഇത് ഇവോക്കല്ല, ഇത് സ്പോർട്സാ. ഇപ്പൊ പഴയതുപോലെയല്ല. സ്റ്റാർ ബിരിയാണി ഇഷ്ടം പോലെ കാണട്ടെ. എന്തോരു സ്ഥലത്തെ സ്റ്റാർ ബിരിയാണി തമിഴ്നാട്ടിലേക്ക് കിടന്നപ്പോ ബിരിയാണി എന്ന് പറഞ്ഞാൽ 2-3 ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഒന്നാവും. പിന്നെ ഒടുക്കത്തെ ടേസ്റ്റും. നേരെ മറിച്ച് മറ്റേ ഇവിടെ ഇല്ല കേട്ടോ, തലപ്പാക്കട്ടിയിൽ ആ ക്വാണ്ടിറ്റി ഇല്ല. തലപ്പാക്കട്ടി തല പൊളിയണ കേസാണ്. തലപ്പാക്കട്ടി തല പൊളിയണ കേസാ. തലയ്ക്ക് കട്ടിയാണെന്നാല് പറയണേ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കണമെന്നുണ്ട്. എവിടെ? ശിവാജി നഗറിൽ പോയിട്ട് ബക്കറ്റ് ബിരിയാണി. അത് എന്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സാധനമായി. ഒരിക്കലും ഞാൻ മറക്കില്ല അത്. സൂര്യൻ ഇറങ്ങി പോവാറായിട്ടാ മലയുടെ ഒപ്പത്തി കണ്ടാ. ഇവിടെ മലയുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോണേ. നമ്മുടെ അവിടെ അസറ്റിന്റെ ബാക്കിലേക്കും. ഇതെന്താ പല സ്ഥലങ്ങളും പല രീതിയിലല്ലേ. വാളയാർ ചെക്ക് പോസ്റ്റ് പരമശിവത്തിന്റെ സ്ഥലം. ഇതേ കേരളത്തിലേക്ക് കടന്നു. ക്യാമറ തുടങ്ങി, സിഗ്നലുകൾ തുടങ്ങി. കേരളം എന്ന് പറഞ്ഞ ഹൈടെക്കാ കണ്ടാ. വരിക സീറ്റ് ബെൽറ്റ് നിർബന്ധം, ഹെൽമെറ്റ് നിർബന്ധം. ആയിക്കോട്ടെ, സ്പീഡ് 90 പോകാൻ പാടില്ല. എനിക്കിഷ്ടാ കേരളം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ വിളിക്കാൻ പാടില്ല. നമ്മൾ കണ്ടില്ല ഇപ്പൊ ബാംഗ്ലൂരൊക്കെ നമ്മൾ ചെന്നപ്പോ എന്താ സ്പീഡ് ക്യാമറ തുടങ്ങി ഗൈസ്. ഞാൻ സ്പീഡ് ലിമിറ്റ് 80-90 കണ്ടാണ്. ഇതെന്താ സംഭവം എന്ന് അറിയോ? RTO ചെക്ക് പോസ്റ്റ് ഇത് എഴുതിയേക്കണം. ഇതാണ് RTO ചെക്ക് പോസ്റ്റ്. എല്ലാവരും ഡീസന്റ് ആവും. അല്ല ഇന്ത്യ അല്ല, മര്യാദ കുട്ടികള്. അതെ, അല്ല അങ്ങനെ വേണം. റോട്ടിൽ തരി വേസ്റ്റ് ഇല്ല. അതാണ് മെയിൻ കേസ് കേട്ടാ. അത് നമ്മളുടെ സംസ്ഥാനത്ത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം മറ്റുള്ള തമിഴ്നാട്ടിലായാലും അതുപോലെ മറ്റേ കർണാടകയിലാണെങ്കിൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ പയ്യൻ അതിന്റെ അടിയിലേക്കാണ് പോണ. എന്റെ ദൈവമേ, പച്ചൊടുപ്പിട്ട മാലാകന്മാരാണ് ഏത് ഈ വേസ്റ്റ് മാനേജ്മെന്റ്. ഞാൻ വിചാരിച്ചാ ബൈക്കിൽ പോണ പച്ചെടുപ്പിട്ടിട്ടുള്ള മാലാക്കി പറഞ്ഞാവൻ പോണതേ. പച്ചെടുപ്പ മാലാക്കന്മാര്. ഹരിതകർമ്മ കുഴപ്പമില്ല, പക്ഷെ വേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ വേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ റോഡ് സൈഡൊക്കെ നമ്മുടെ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടാ. ആദ്യം വേണ്ട പറയാം. നമ്മുടെ ഇനി വരുന്ന ശരിക്കും പറഞ്ഞാൽ ചിപ്സ് സാധനങ്ങളില്ലേ, അല്ല നമ്മുടെ ചിപ്സ് വരുന്ന കവറുകളും അതേപോലെ ബിസ്ക്കറ്റ് വരുന്ന കവറുകള് അതുപോലെ പ്ലാസ്റ്റിക്കിന് അങ്ങനത്തെ കവറുകളില്ലേ, അത് കൂടി നിരോധിക്കണം. അതെ, അത് കടലാസ്. അതെ, ലൂസ് കൊടുത്താൽ മതി. അതെ, അപ്പൊ അതേപോലെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കടലാസിലേക്ക് മാറ്റണം. അപ്പൊ പിന്നെ കുറേ കച്ചറകള് ഈ പ്ലാസ്റ്റിക് കടലാസിന്റെ ബിസ്ക്കറ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഇന്ത്യക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് മാറി കിട്ടും. അതിന് മിനിമം സ്പീഡിൽ അങ്ങനെ പോയി മൈലേജും കൂടി ഡീസൽ മൈലേജും കൂടി എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് പോവാം. തമിഴാ സ്പീഡിൽ പോകണ്ട. ഞങ്ങളുടെ പിണറായിള്ള കാശ് മുഴുവൻ മേടിച്ചെടുക്കും. മര്യാദക്ക് മെല്ലെ പോകും. ഞങ്ങൾ അതാണ് മെല്ലെ പോണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ വെച്ചാൽ പൊക്കോ. ഇത് മറ്റേതാണല്ലോ, കേരളാണല്ലോ. അതെ, അല്ല ഇവിടുത്തെ ക്യാമറക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയണ്ട അതിന്റെ ഇടയ്ക്ക്. അങ്ങനെ ഒരു സംഭവം കേട്ടായിരുന്നു. നമ്മള് ഇപ്പൊ
3000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആയിരുന്നു നമ്മുടെ വണ്ടി. അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഇപ്പൊ ഡീസൽ കഴിയാറായി. അപ്പൊ 3000 രൂപ കൊണ്ട് നമ്മൾ 600 കിലോമീറ്റർ ഓടിയിട്ടില്ല. 500 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വളഞ്ഞ് ട്രാവൽ ലോഞ്ച്. അയ്യോ പറയല്ലേ, 1000 രൂപ തരാണെങ്കിൽ 1000 രൂപ തരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ട്രാവൽ ലോഞ്ച് ഷൂട്ട് ചെയ്തോളാം. നമ്മുടെ ആദ്യത്തെ ടോൾ പ്ലാസ. ഇവിടെ ആളില്ല, അതിന് ആളില്ലാത്ത ആളുണ്ട്. പക്ഷെ ഹമ്പൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് പോവാം. ഇവിടെ 80 റുപ്യ നമുക്ക്. കോലി കൊണ്ടൊക്കെ മുട്ടിക്കണം. റേഡിയോ കേരളത്തിൽ തുടങ്ങി. ഭാഗ്യം. വണ്ടികളൊക്കെ ചെക്ക് ചെയ്യേണ്ടത്, അതൊക്കെ ആ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യണം. എക്സൈസ് ചെക്കിങ്, അതായത് മദ്യോ വല്ല സാധനങ്ങളൊക്കെ നമ്മളെ മേടിച്ചു കൊണ്ടുവരണ്ടോന്ന് അറിയാൻ വേണ്ടി പോലീസിന്റെ ഇതാണ് ചെക്കിങ്. ആ കേരള പോലീസിന്റെ എഫിഷ്യൻസി കണ്ടോ? ബാക്കി ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് നമ്മൾ നല്ല കാര്യങ്ങളും നല്ലതാണെന്ന് തന്നെ പറയണത്. ഇപ്പൊ ഏത് ആൾക്കാർ വന്നു കഴിഞ്ഞാലോ ഇത്ര സ്ഥലത്ത് എവിടെയും ചെക്കിംഗ് ഒന്നും കണ്ടില്ലോ, കേരളത്തിൽ കയറിയപ്പോ തന്നെ ചെക്കിങ്ങില്ലോ, അപ്പൊ ഇനി പേടിയുണ്ടാവുന്നു. മാമന്മാര് ഫൈൻ അടപ്പിക്കണണ്ട. നമ്മുടെ നാട്ടിലാട്ടപ്പോ അത് കൂടുതൽ കാണണം. തമിഴ്നാട്ടിൽ ഒറ്റ സ്ഥലത്ത് കൈതിയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കർണാടകയിലും ചെക്കിങ്ങിനൊന്നും പോലീസുകാർ നിൽക്കണം തീരെ കണ്ടിട്ടില്ല ഇവിടെ. കാരണം വെച്ചാൽ അവർക്ക് അതിനുള്ള സമയമില്ല. അത്രയധികം തിരക്കാണ്, വണ്ടികളുടെ തിരക്കും തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കർണാടകയിൽ ഇല്ല. തമിഴ്നാട്ടിലാണെങ്കിൽ പോലീസുകാർ കുറവൊന്നുമുണ്ട്. ഇവിടെ പിന്നെ ഈ ക്യാമറ ഇതൊക്കെ പോരാണ്ട് തന്നെ ഹാപ്പി ആയിട്ടുള്ള കൈനീട്ടമുണ്ട്. അല്ല, കൈനീട്ടട്ടെ, ആൾക്കാർ നല്ലവരാവട്ടെ. നല്ലവരായ ഉണ്ണിമാരൊരു നാടാവണം നമ്മുടെ കേരളം. അതാണ് നമ്മള് നമ്മളുടെ സംസ്ഥാനത്ത് പോയി നോക്കുകയാണെങ്കിൽ. അതെ, തീർച്ചയായും. അല്ല, കാര്യമായിട്ട് പറഞ്ഞ പിഴിയാൻ വേണ്ടിട്ടൊന്നുമില്ല, നമ്മളെ നല്ലവരാക്കാൻ വേണ്ടിട്ട് തന്നെ ആപ്പനമ്മമാര് പിള്ളേരെ തല്ലല്ലേ. അതേപോലെ ഗവൺമെന്റ് നമ്മളെ ചെറുതായിട്ട് തല്ലിക്കൊണ്ടിരിക്കുക. നീ നേരെ അവിടെ, നീ നേരെ അവിടെ, നിന്നെ ഞങ്ങള് നേരെ ആക്കൂടാന്ന് പറഞ്ഞിട്ട് അതിലടത്തില്ല. അത് ശരിയാ, ഇത് അംഗീകരിക്കാൻ പറ്റാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും സംസ്ഥാനത്ത് വന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ 1000 രൂപ ഫൈൻ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. ഇവിടെ വന്നപ്പോ കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കിലാണ്ട് പോണുണ്ട്. അത് തന്നെ, ഈ ലോറിക്കാരൊക്കെ കറക്റ്റ് ആയിട്ട് സൈഡ് പിടിക്കുന്നു. അതൊക്കെ വലിയ ഗുണാന്ന്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ മണ്ടന്മാരെല്ലാ രാജ്യത്തും ഉണ്ടാവും. അത് കുറവില്ല, വിരലിലുണ്ടാവുന്ന മണ്ടന്മാരുണ്ടാവും. ഈ റോഡിന്റെ സെന്ററിൽ കൂടെ പിടിച്ചു പോണതും ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രം പിടിച്ചു പോണതൊക്കെ ആയിട്ടുള്ളത്. അത് അവർക്ക് കിട്ടണം, അവർക്കാണ് ശരിക്കുള്ള ഫൈൻ കിട്ടുന്നത്. ബെൻസ് നിൽക്കണോക്കണ അവിടെ തട്ടുമ്പുറത്ത് ബെൻസ് കയറി നിൽക്കണണ്ട, വർക്ക്ഷോപ്പല്ലേ അത്? അതറിയില്ല, ഞാൻ അകലേന്നല്ലേ ഉണ്ടായി. പാലക്കാട് മെഡിക്കൽ കോളേജ് കണ്ടാ? ഇതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. പാലക്കാട് കണ്ണാടി. പാലക്കാട് നിന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് വരണം. നല്ല തിരക്കുണ്ട് കേട്ടാ. നല്ല മാലമണിപ്പൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് സംഭവം. ഇവിടെ പാലം പണി, ഫ്ലൈ ഓവർ നടക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, എപ്പോഴും ബ്ലോക്ക് അവിടെ. ഇനിയിപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സുഖമായി. മൊത്തം ബ്ലോക്കാണ്. എന്ത് രസമായിട്ടുള്ള റോട്ടിങ്ങനെ പോണേ നോക്കി. സംഭവം ഇതിന് ഒരു മരുന്ന് അത്യാവശ്യം കേട്ടോ. ഇനി ഈ സൈഡികളെ മാത്രം പോണത്. ട്രക്കുകാര് ഇവൻ അവിടെ എത്തുമ്പോഴേക്കും 1000 മേടിച്ച് കയറ്റും. 1000 വെച്ചിട്ട് പിന്നെ മുതലാളിക്ക് ഒരു 50,000 മേടിച്ചു കൊടുക്കും. അവിടെ പച്ച ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് പെനാൽറ്റി ഉണ്ടെന്ന്. അതിനെ പറഞ്ഞ്
ആ സൈഡിൽ കൂടെ മാത്രം പോയിട്ട് അവൻ മാത്രമേ അതിൽ പോണുള്ളൂ. അവിടെ ആളുടെ തൊട്ട് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ. അതാ പറഞ്ഞത്, അവൻ ആദ്യമായിട്ട് വരുന്നതാവുന്നു കേരളത്തിലേക്ക്. അതുകൊണ്ടാണ് ആ സൈഡ് ചേർന്ന് മാത്രം ഓടിക്കണത്. ഇവിടെ മിന്ത്യ പൊറോട്ട എന്നുള്ളത് അവനറിയണ്ടേ. ഇടതുവശം ചേർന്ന് പച്ചവണ്ടിക്ക് കിട്ടി ക്യാമറ ഉണ്ട്. അടിച്ചാ അവനും കൊറേ നേരമായി അതിന് ഈ പച്ചവണ്ടി ഇട്ട് കളിക്കുന്നു. പച്ചവണ്ടി അടിച്ചിട്ടുണ്ട്. എന്റെ മുതലാളിക്ക് ഒരുപാട് കാശുണ്ടെന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ ക്യാമറ വരുന്നിടത്താണ് നമ്മൾ 80 നമ്മൾ 90 പോലും എത്തിക്കാനില്ല. എത്ര ടണ്ണേജ് കൂടുതലാണോ വെച്ചിട്ട് പോണ വണ്ടികളാണെന്നറിയോ. ഈ വണ്ടിയൊക്കെ വലിക്കണ്ടെന്ന് പറയുമ്പോഴോ പോലീസ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയണ ഫൈൻ അടക്കേണ്ടി വരും. എന്നിട്ട് എല്ലാ ദിവസവും ഇത് കയറ്റി പോകുന്നുണ്ട്. ഇവർക്ക് പേടിയില്ല. നമ്മുടെ ലൈനിലൊക്കെ ദൂരം വണ്ടി പോകണമെന്നാ അത്രയധികം ഓവർലോഡ് വെച്ച് പോകുമ്പോഴേ പേടിക്കുമ്പോ 400-500 കൊടുത്ത് പോവാന്നുണ്ട്, അല്ലെങ്കിൽ 1000 രൂപ ഫൈൻ ചെയ്തായിരിക്കും. അത് കൊടുത്ത് പോവാന്നുണ്ട്. ദേശം അറിയുന്നോ ഈശ്വര. മൊബൈൽ ഇപ്പൊ കയ്യിൽ നിന്ന് പോയനെ കാറ്റടിച്ചിട്ട്. കിടക്കാം കൈയോടെ. കൊറേ നേരമായിട്ട് ഞങ്ങൾ ആ സൈഡില് പെട്രോൾ പമ്പ് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ താറ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഒതുക്കി നിർത്തി. എന്നിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിൽ ഒരു പമ്പ് കണ്ടു. അപ്പോൾ ഇവിടേക്കൊന്ന് ബാത്റൂമിൽ പോകാനായിട്ട് കയറാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവൻ മാനസിക സംതൃപ്തിയോട് കൂടി ഇപ്പോൾ ഒരു സമൂസ തിന്നണത്. അവിടെ നിന്ന് സമൂസ കൈ കൊണ്ട് കുഴച്ച് വാരി ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയാ ഇവിടുത്തെ സമൂസ നല്ലതാ വേണമെന്ന്. ഇത് കേട്ടാ, ഇവിടെ പിന്നെ കൈ കൊണ്ടല്ലാണ്ട് പിന്നെ എന്തുകൊണ്ട് മെഷീനിൽ ഉണ്ടാക്കണത് സമൂസ. അങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കണത്. അത് നീ കാണുന്നത് കൊണ്ടാണ്. ആ ഇവിടെ ആ ഹിന്ദിക്കാരുണ്ടാക്കണത്. എന്നിട്ടാണ് ഇപ്പൊ നീ പറയണത് അവിടുത്തെ നല്ലത് ഇവിടുത്തെ പൊട്ട. ഞങ്ങള് ഒരു പമ്പിൽ കയറിയതാണ് കേട്ടോ ടോയ്ലറ്റിൽ പോകാനായിട്ട്. അപ്പം മുത്തിന് ഞാനൊരു ചായ കുടിച്ചായിരുന്നു. അപ്പം മുത്തിനൊരു സമൂസ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തി. നേരത്തെ അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. എന്നാൽ വേഗം കഴിച്ചു തീർക്ക് പോവാ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകണത്. അപ്പോൾ ഫുൾ യാത്രകളും കഴിഞ്ഞു. സന്തോഷം. പാലക്കാട് കഴിഞ്ഞ് വടുക്കഞ്ചേരി എത്താറായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാണ്ടായി. കാരണം വെച്ചാൽ ഡ്രൈവ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് കാറായി. കാരണം മറ്റേ വണ്ടീനെ കാറിനൊക്കെ അപേക്ഷിച്ച് ഇത്തിരി ക്ഷീണം കൂടുതൽ. എത്ര ലോങ് ഒരു 500-600 കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യണം? പിന്നെ കണ്ടായിരുന്നു അതെ നമുക്ക് പിന്നെ എല്ലാ സംഭവങ്ങളും ശരിയായിക്കോളാം. ഇനി നമ്മൾ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ 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 ബൈ.